എല്ലാവർക്കും നമസ്കാരം. 2024 മാർച്ച് മാസ രാശിഫലങ്ങളെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ചന്ദ്രനെ കൂടാതെ ശുക്രൻ, ബുധൻ, സൂര്യൻ, ചൊവ്വ എന്നീ ഗ്രഹങ്ങളാണ് ഈ മാസം രാശി മാറുന്നത്. ഈ മാറ്റങ്ങളൊക്കെ മേടം മുതൽ മീനം വരെയുള്ള 12 കൂറുകളിൽ ജനിച്ച വ്യക്തികൾക്ക് നൽകാൻ പോകുന്ന അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. രാശിഫലങ്ങൾ പൊതുഫലങ്ങളാണ്. ഓരോ വ്യക്തിയുടെയും ജാതകരീതിയിൽ നടക്കുന്ന ദശാപഹാരങ്ങൾക്കനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. ശരിയെന്നാൽ നമുക്കിനി മാർച്ച് മാസ രാശിഫലങ്ങളിലേക്ക് കടക്കാം. വൃശ്ചികക്കുറി ജനിച്ചവരുടെ മാർച്ച് മാസ രാശിഫലങ്ങളെ നോക്കാം. രാശിയധിപനായ ചൊവ്വ 15-ാം തീയതി വരെ തന്റെ ഉച്ചരാശിയായ മകരത്തിൽ സഞ്ചരിക്കുന്നതിനാൽ മനോധൈര്യം അധികരിക്കും. സഹോദരങ്ങളെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകും. ഏറ്റെടുക്കുന്ന കാര്യങ്ങളെല്ലാം വിജയകരമായി പൂർത്തിയാക്കുവാനും സാധിക്കും. മാസം മധ്യേ ചൊവ്വ 4-ാം ഭാവത്തിലേക്ക് മാറിയതിനു ശേഷം ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. 4-ൽ ശനിയും സഞ്ചരിക്കുന്നതിനാൽ വാഹന സംബന്ധമായ ചിലവുകളും ഇടയ്ക്കിടെ വന്നു പോകുന്നതാണ്. 6-ൽ വ്യാഴം സഞ്ചരിക്കുന്നത് ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങളെ നൽകുന്നതാണ്. ശുക്രൻ 7-ാം തീയതി മുതൽ 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ വീട് വാഹന യോഗമുണ്ടാകും. പക്ഷേ ശുക്രന്റെ കൂടെ ചൊവ്വയും ശനിയും ചേർന്ന് സഞ്ചരിക്കുന്നതിനാൽ പഴയ വീടോ പഴയ വാഹനങ്ങളോ വാങ്ങുന്നവർ അതിൻ്റെ ഡോക്യുമെൻറ്റ്സും മറ്റു കാര്യങ്ങളും നന്നായി പരിശോധിച്ചതിന് ശേഷം വാങ്ങുന്നതാണ് നല്ലത്. ബുധൻ 7-ാം തീയതി മുതൽ തന്റെ നീചരാശിയായ മീനത്തിൽ രാഹുവിൻ്റെ കൂടെ സഞ്ചരിക്കുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ നിന്ന് മറ്റുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിയാൻ സാധ്യതയുള്ളതിനാൽ മാതാപിതാക്കൾ കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണിത്. 5-ാം ഭാവത്തിന് അനുകൂലമല്ലാത്ത ദശാപഹാരങ്ങൾ നടക്കുന്ന വൃശ്ചികക്കുറുകാർക്ക് ഷെയർ മാർക്കറ്റ് പോലുള്ള കാര്യങ്ങൾ മൂലം ധനനഷ്ടം ഉണ്ടാകാനും സാധ്യതയുള്ള സമയമാണിത്. സൂര്യൻ മാസം തുടങ്ങുമ്പോൾ 4-ാം ഭാവത്തിൽ ശനിയുടെ കൂടെ ചേർന്ന് സഞ്ചരിക്കുന്നതിനാൽ പിതാവിന് ചെറിയ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും. 14-ാം തീയതി 5-ാം ഭാവത്തിലേക്ക് സൂര്യൻ മാറിയതിനു ശേഷം ദോഷഫലങ്ങൾ കുറയുന്നതാണ്. മാർച്ച് 17, 18 ഈ തീയതികളിൽ ചന്ദ്രൻ അഷ്ടമ രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ പുതിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും യാത്രകൾ ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നതും നല്ലതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ മാസം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും വൃശ്ചികക്കുറുകാർക്ക് ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വൃശ്ചികക്കുറി ജനിച്ചവർക്കായുള്ള മാർച്ച് മാസ രാശിഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ ധനുക്കുറി ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.